പിന്നെ ഒരു കാര്യം വേണം, ഇവിടെ ഒരുപാട് സ്ഥലം റോഡിന് ആദ്യം നിങ്ങൾ നാട്ടുകാർ ആ നെല്ലിപ്പറമ്പ് നിങ്ങളുടെ കച്ചേരി പിടിക്കുന്ന സ്ഥലത്ത് റോഡ് വീട്ടാതെ കൊടുക്കും. നിങ്ങൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഇവിടെ ഏത് MLA ആണെങ്കിലും ആ പരിപാടി നടക്കും. ആദ്യം നാട്ടുകാരൊന്ന് മുൻകൈ വെക്കണം. നിങ്ങൾക്ക് എല്ലാ നാടും മാറി, ഇവിടെ ഒന്ന് മാറണ്ടേ, ഇവിടെ നിന്ന് മാറണ്ടേ. നിങ്ങൾ ആലോചിച്ചാൽ ഒരു മനുഷ്യൻ അവിടുന്ന് പോന്നാല് MLA കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ, ജനപ്രതിനിധികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങളെന്ത് ചെയ്യണം? ഞാനൊക്കെ ഉണ്ട് മനുഷ്യന്മാരുടെ അരിക്കോടും വീതി കിട്ടിയിട്ട് എല്ലായിടത്തും നാട്ടുകാരും കച്ചവടക്കാരൊക്കെ നടക്കണം. കാലം മാറിയിരിക്കുന്നത്. പണ്ട് ആർക്കും മോട്ടോർ സൈക്കിളും സ്കൂട്ടറും കാറൊന്നും ഇല്ലേ. ഒരു 40 കൊല്ലം ഒരു അംബാസഡർ കാറ് ഒരു നാട്ടിൽ 10 കാറുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാവരുടെ പേരിലും 3 മോട്ടോർ സൈക്കിളും 4 ഓട്ടോറിക്ഷയും 2 കാറും ഒക്കെ കൂടി എല്ലാവരുടെ പേരിലുണ്ട്. വണ്ടിയുടെ കൂടിയുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം എല്ലാവരും ഒരു 2 മീറ്ററൊക്കെ വിട്ടുകൊടുത്താൽ പിന്നെ പഴയ ബിൽഡിംഗ് ആണെങ്കിൽ പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ആ 2 മീറ്റർ ഒഴിച്ചിട്ട് 1 മീറ്റർക്ക് ഗവൺമെന്റ് ഓർഡർ കിട്ടും. കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പറയും, അപ്പൊ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അപ്പൊ അങ്ങനെ ആയിക്കാണ്ട് നടക്കണം. ഞങ്ങൾക്ക് സങ്കടം കൊണ്ട് പറയാം. കാരണം എന്താ പറയുക, ഒരുപാട് ബാപ്പു കുരുക്കള്, അതുള്ള കുട്ടി കുരുക്കള്, അതുപോലെ തന്നെ ഇവിടെ ഉമ്മർ സാഹിബ്, ലത്തീഫാക്ക, കുഞ്ഞിപ്പാക്ക ഒക്കെ എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും ഉണ്ടാവും. എല്ലാവരുടെ കുടുംബത്തിന്റെ ഭൂമിക്ക് തൊടാൻ പേടി. അങ്ങനെ ആലോചിച്ച ഒന്നും നടക്കൂല. ഞാൻ ഇടപെട വീട്ടിട്ട് ഇപ്പൊ എന്റെ പെങ്ങളെ പോറ്റത് ഞാൻ തന്നെ JCB ആദ്യമാണ് പൊളിച്ചത്. മറ്റുള്ളവർക്ക് മാതൃക ആയിക്കോട്ടെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാവരും ഒന്ന് കണ്ണു തുറക്കാം. ആ കുടിസായ മനസ്സിനെ ഒന്ന് മാറ്റാം. എന്നിട്ട് മഞ്ചേരിക്കാർക്ക് വിശാല ഹൃദയത്തിൽ ജനങ്ങളൊന്ന് ബോധ്യപ്പെടുത്തുക. അങ്ങനെ വരുമ്പോൾ അവിടെ നന്നായി നടക്കും. അങ്ങനെ വരുമ്പോൾ അവിടുന്ന് അങ്ങോട്ട് മറ്റേ അവിടെ വാടിക്കാട് ബൈപ്പാസ് മുതൽ അഞ്ചിരങ്ങാടിക്കും ഇവിടെ അങ്ങോട്ട് മലപ്പുറത്ത് പോയിട്ട് ഈ ഗതാഗതം നിൽക്കൊന്നുകൂടെ. മറ്റേ ബൈപ്പാസ് അങ്ങാടി ഉണ്ടാവില്ല. പിന്നെ കണ്ടിന് സുൽപ്പെട്ട് അടക്കേണ്ടി വരും. ഞാൻ പിന്നെ പറഞ്ഞാറുണ്ട്, അങ്ങാടി ഉണ്ടാണെങ്കിൽ അങ്ങാടി കൂടെ തന്നെ പോകണം. അതാണ് നമ്മൾ കണ്ടത്. എല്ലാവരും ബൈപ്പാസ് വരും. ബൈപ്പാസ് എന്ന് പറഞ്ഞ ട്രഡീഷണൽ ആയ കച്ചവടക്കാർ ഇവിടെ ഉണ്ടാവില്ല. എല്ലാവരും ബൈപ്പാസ്ക്കാൻ പോകും. അപ്പൊ അവനാണ് നാട് നന്നാകാനും മഞ്ചേരിയങ്കാടി നന്നാകാനും പുതിയ ഭരണസമിതിയും ഒക്കെ അതിന് നേതൃത്വം. കാര്യം എന്തായാലും മഞ്ചേരിക്കാരൊന്ന് ഉഷാറായി. ഒരു നല്ലൊരു മുനിസിപ്പാലിറ്റിക്ക് മനുഷ്യന്മാർക്ക് കാണാൻ രൂപത്തിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് ആദ്യമായി ഞാൻ ഭരണസമിതി ഒന്ന് അഭിനന്ദിക്കണം. വാക്ക് പേച്ചതാ കുഴപ്പമില്ല. കാരണം എന്താ അറിയോ, നമ്മൾക്ക് ഒരുപാട് കാലമായിട്ട് കാണും. ഏതായാലും 9 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഏറ്റവും നല്ല മനോഹരമായിക്കൊണ്ട് മഞ്ചേരി ജംഗ്ഷന്റെ ഒരു മുഖച്ഛായ മാറിക്കൊണ്ട് നല്ല ഇതൊരു മുനിസിപ്പാലിറ്റിക്ക് ഒരു സിഗ്നേച്ചർ ഒരു പദ്ധതി ആയിക്കൊണ്ട് കൊണ്ടുവന്നതിന് ഭരണസമിതിയെയും അതുമായി സഹകരിച്ച നാട്ടുകാരെയും വ്യാപാര വ്യവസായം. പിന്നെ അതിൽ ഏറ്റവും മെച്ചം കിട്ടിയെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടായിരുന്ന കച്ചവടക്കാർക്ക് ആദ്യം മുൻഗണന കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് കൊടുക്കും. അത് എല്ലാവർക്കും ഒരു മാതൃകയാണ്. കാരണം ഒരുപാട് ഇതിന്റെ പ്രയാസമുള്ള കാലഘട്ടത്തിൽ ഇത് പണ്ട് 72 പഞ്ചായത്ത് ആയി വാപ്പുപുരിക്കുള്ള തീരുമാനത്തിന് ശേഷം ഉണ്ടാക്കി ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കി. അതായിരുന്നു മഞ്ചേരിയുടെ ബസ് സ്റ്റാൻഡ്. പിന്നെ നമുക്കൊക്കെ പ്രിയങ്കരനായിരുന്ന തുറക്കല ബാബുട്ടി, ഒരുപാട് മഞ്ചേരി ലത്തീഫാക്ക അത് ചെയർമാനും ബാബുട്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ആ കാലഘട്ടത്തിൽ ഇതിനൊക്കെ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. പിന്നെ ഓരോന്നിനും സമയമുണ്ട്. മഞ്ചേരി സർവീസ് ബാങ്ക് 9 കോടി രൂപ ഇതിന് ലോൺ കൊടുത്ത് ഒരു മാതൃകാപരമായ 9% വച്ചൊക്കെ ലോൺ കൊടുത്ത് അങ്ങനെ ഇത് യാഥാർത്ഥ്യമാക്കുന്നുണ്ടോ മഞ്ചേരി സർവീസ് ബാങ്കിന്റെ ഭരണസമിതിയെ അഭിനന്ദിക്കണം.